ദൈവത്തിൻ്റെ സ്വന്തം നാട് സാക്ഷര കേരളം. ഈ വിദ്യാസമ്പന്നരുടെ നാട് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു മദ്യാലയമായി മാറിയിരിക്കുകയാണ്. നശിക്കും തോറും വളരുക എന്നത് തിന്മയുടെ ഒരു പ്രതിഭാസമാണ്. തിന്മ കളകൾക്ക് തുല്യം. അത് എപ്പോഴും എവിടെയും എങ്ങനെയും വളർന്നുവരും. ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ. സ്വാർത്ഥത വലിയ ഒരു തിന്മയാണ്. ലഹരിയുടെ ആസക്തി സ്വാർത്ഥതയുടെ വിജയമാണ്. അങ്ങനെ അവർ പാപത്തിൻ്റെ അടിമകളായി മാറുന്നു. വചനം പറയുന്നു, നിങ്ങൾ അനുസരണയുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. സ്വാർത്ഥന്മാർ നരാധമന്മാരാണ്. മറ്റുള്ളവരെ പരിഗണിക്കാത്തവർ സ്വാർത്ഥന്മാരാണ്. തന്നെ ആശ്രയിക്കുന്നവരെ, തന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ ഇവർ കണ്ണീരിലാഴ്ത്തുന്നു. ആലപ്പുഴ രൂപത KCBC മദ്യവിരുദ്ധ സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ചു വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ലഹരിക്കെതിരെ ചിന്തിക്കുവാനും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടിയിലൂടെ മദ്യാസക്തരെ ലഹരി വിമുക്തരാക്കി സന്മാർഗ ജീവിത പന്ഥാവിലേക്ക് തിരിച്ചുവിടുന്നതിനു വേണ്ടി ആലപ്പുഴയിൽ പറവൂർ കേന്ദ്രമാക്കി തിബേരിയാസ് സ്നേഹതീരം ലഹരി വിമോചന പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ മാസം തോറും 30ഓളം മദ്യാസക്തർക്ക് പരിശീലനം നൽകി വരുന്നു. മ്യൂസിക് മിനിസ്ട്രിയിൽ തുടങ്ങുന്ന പരിശീലനം, വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ക്ലാസുകൾ, പ്രാർത്ഥന, യോഗ, ഫാമിലി കൗൺസിലിംഗ്, പരിശുദ്ധ കുർബാന, ആരാധന, തുടർന്ന് രാത്രിയിലുള്ള കലാപരിപാടികൾ, ഇങ്ങനെ ചിട്ടയായ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ വളർന്നുവരുന്ന മദ്യപാനാസക്തി നാം ജീവിക്കുന്ന ഈ ലോകത്തെ വളരെയേറെ ബാധിക്കുന്നതായിട്ട് തോന്നിയതുകൊണ്ട് ആലപ്പുഴ രൂപതയിൽ 6 വർഷങ്ങൾക്ക് മുൻപ് അതിന് എതിരായ ഒരു ബോധവൽക്കരണ പരിപാടിക്ക് രൂപം കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പുന്നപ്രയിൽ അസിസി ഹോസ്പിസിനോട് ചേർന്നുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ പരിപാടികൾ ഞങ്ങൾ തുടങ്ങിയത്. ഇവിടെ വന്ന് കടന്നു പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യതിയാനങ്ങൾ അവരെ തന്നെ പുതിയ മനുഷ്യരായി മാറ്റുന്നു എന്ന് മാത്രമല്ല, അതേക്കാൾ ഉപരി അത് സമൂഹത്തിന് ഒരു പുതിയ ശക്തി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും മിക്കവാറും മാസങ്ങളിൽ അവസാനത്തെ ആഴ്ചയാണ് പരിപാടികൾ ഇവിടെ ഒരാഴ്ചയോളം ഇവിടെ നടത്തുക. ഇവിടെ പ്രത്യേകമായിട്ട് ചികിത്സാരീതികളോ അതുപോലുള്ള മരുന്ന് കൊടുക്കൽ ഒന്നുമില്ല. കൂടുതലും കൗൺസിലിങ്ങും പ്രാർത്ഥനയും അതനുബന്ധിച്ചുള്ള മറ്റു സ്വാധീനിക്കുന്ന ആ ഒരു വശവുമൊക്കെയാണ് ഞങ്ങൾ ഇതിലൂടെയൊക്കെ നടപ്പാക്കുക. അത് വളരെയേറെ ഇവിടെ വന്ന് പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ള സംശയമില്ല. മനുഷ്യജീവിതം ശ്രുതിമധുരമായ ഒരു സംഗീതം പോലെ സമൂഹത്തിൽ പ്രതിധ്വനിക്കേണ്ടതാണ്. ഒരു മദ്യപാനിയുടെ ജീവിതത്തിൽ ഈ ശ്രുതി നഷ്ടപ്പെടുന്നു. ഇവിടെ
മ്യൂസിക് മിനിസ്ട്രിയിലൂടെ ദൈവസ്നേഹത്തിന്റെ മധുരിമ ഇവരിലേക്ക് പകരുകയാണ് ആദ്യമായി ചെയ്യുന്നത്. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. 6 വർഷമായി നമ്മുടെ ഈ രൂപതയിലും ഈ രൂപതയുടെ എല്ലാ ദേശങ്ങളിലുമുള്ള നാനാജാതി മതസ്ഥര് ഈ സ്നേഹതീരത്ത് വന്ന് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ കുടുംബത്തിലും കുടുംബനാഥന്മാർ ഈ ലഹരി വസ്തുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ആ കുടുംബ ജീവിതവും കുടുംബത്തിലുള്ള മക്കളും നമ്മുടെ കർത്താവായ മിശിഹായുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നു. ഈ സന്തോഷം നമുക്ക് അനുഭവവേദ്യമാകുന്ന ശുശ്രൂഷകളാണ് ഈ സ്നേഹതീരത്ത് നടന്നുകൊണ്ടിരിക്കുക. തങ്ങൾ എങ്ങനെ ഈ അവസ്ഥയിൽ വന്നുപെട്ടുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ക്ലാസുകളിലൂടെ തിരിച്ചറിവിലേക്ക് അവരെ നയിച്ചു തുടങ്ങുകയാണ് പിന്നീട് ചെയ്യുന്നത്. മദ്യം പിശാചിന്റെ സമ്മാനമാണെന്നും തങ്ങൾ അതിനാണ് അടിമപ്പെട്ടിരിക്കുന്നതെന്നും അവർ മനസ്സിലാക്കി തുടങ്ങുന്നതു മുതൽ അവരിൽ മനപരിവർത്തനം ആരംഭിക്കുന്നു. ശരിക്കും ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കാനുള്ളൊരു കാരണം ദൈവം പറഞ്ഞത് ഞാനും നിങ്ങളും അനുസരിച്ചില്ല. അതല്ലേ സത്യം? അതല്ലേ സത്യം? ശരിയല്ലേ? മദ്യപിക്കാൻ കർത്താവ് പറഞ്ഞു ഇല്ല. നമ്മൾ മദ്യപിച്ചു, വേണ്ടാത്ത പരിപാടികൾക്ക് പോയി, കർത്താവ് പറഞ്ഞതൊന്നും അനുസരിച്ചില്ല. പകരം വേറെ ആര് പറഞ്ഞത് കേട്ട് നമ്മൾ അനുസരിച്ച്. ആദഹവായി ചെയ്തെന്താ? ഇത് തന്നെ. ദൈവം പറഞ്ഞത് അവർ അനുസരിച്ചില്ല, പകരം സാത്താൻ പറഞ്ഞത് അവർ അനുസരിച്ചു. അതുവഴി അവർ സാത്താന്റെ അടിമത്തത്തിലായി. പ്രൈസ് ദി ലോർഡ്. ആദത്തെ കൊണ്ട് പാപം ചെയ്യിച്ചതാരാ? പിശാച്. ഹവ്വായെ കൊണ്ട് പാപം ചെയ്യിച്ചതാരാ? പിശാച്. ഓരോ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നാരാ? അങ്ങനെ പാപം ചെയ്യുന്നത് വഴി, പിശാച് നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന വഴി നമ്മെ പിശാചിന്റെ അടിമയാക്കി മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഇന്ന് ഈ തിബേരിയാസിലേക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നതിന്റെ പിന്നിലെ ഏക ലക്ഷ്യം പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെയും നിന്നെയും സ്വതന്ത്രനാക്കി ഈശോയുടെ സ്വന്തമാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യം. മദ്യപാനത്തിന്റെ ദോഷവശങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുന്നു. ലഹരിയിൽ നിന്നും മരണത്തിലേക്കുള്ള ദൂരം വളരെ കുറവാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഏതൊരു തിന്മയും അകറ്റുവാനുള്ള ആദ്യത്തെ പടി അതിനെക്കുറിച്ച് ഒന്ന് അറിവ് നേടുക എന്നുള്ളതാണ്. നമുക്കറിയാം, രാസപരമായി പറഞ്ഞാൽ മദ്യം ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ എന്നിവയുടെ ഒരു സംയുക്തമാണ്. രാസപരമായി പറഞ്ഞാൽ അതിന് ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ എന്ന് പറയും. രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ തലച്ചോറിലെത്തി ശ്വാസോച്ഛ്വാസ കേന്ദ്രം, തലച്ചോറിലുള്ള ശ്വാസോച്ഛ്വാസ കേന്ദ്രത്തിന് തടസ്സം വന്ന് അങ്ങനെ കുറച്ച് പേര് മരിക്കുകയാണ് ചെയ്തത്. അത് 500-ലെത്തുമ്പോഴത്തേനും പിന്നെ മാരകമാണ്, ആൾ മരിക്കും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡയാലിസിസ് ഒക്കെ നടത്തി രക്തത്തിലെ ആൽക്കഹോളിനെ മാറ്റിയെടുക്കണം. ഈ മദ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നതെന്നൊന്ന് പറയാമോ? കരൾ, കിഡ്നി, പാൻക്രിയാസ്. ഏതെങ്കിലും ഭാഗത്തെ ബാധിക്കാത്തതായിട്ടുണ്ടോ? ഇല്ല. നെറുകൻ തല തൊട്ട് കാലിൻ്റെ പെരുവിരൽ വരെ എല്ലാ ഭാഗങ്ങളെയും ഇത് ഇഞ്ചിഞ്ചായി പ്രതികൂലമായി ബാധിക്കുന്നു. മദ്യപാനത്തിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ കാണുമ്പോൾ എനിക്ക് തന്നെ സഹതാപമാണ്, സങ്കടമാണ്. കാരണം ഞാൻ സന്തോഷിക്കുമ്പോൾ മദ്യപൻ്റെ ഒരു കുടുംബം ഒത്തിരി വിഷമത്തിലാവുന്ന കാര്യം ഭാര്യ, മക്കളൊക്കെ. അതുകൊണ്ട് എനിക്ക് അവരെ കണ്ടിട്ട് കണ്ണടച്ച് പോകുവാൻ, ഒരു മദ്യപൻ്റെ കുടുംബം അനുഭവിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേരാതിരിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല.
കാരണം ഇപ്പോൾ 3000-ന് അടുത്ത മക്കൾ വന്ന് ധ്യാന സെൻ്ററിൽ വന്ന് ക്യാമ്പ് സെൻ്ററിലേക്ക് വന്ന് ക്യാമ്പ് കൂടി കടന്നു പോകുമ്പോൾ മദ്യപാനിയായിരുന്ന ഒരു കുടുംബം അനുഭവിച്ച ആ ദുഃഖത്തിൻ്റെ കഥകൾ മാറി സന്തോഷം അനുഭവിക്കുമ്പോൾ, സന്തോഷത്തിൻ്റെ കണ്ണുനീര് കാണുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുകയാണ്. എൻ്റെ പേര് പ്രിൻസ്. ഞാൻ 3 വർഷമായിട്ട് ക്യാമ്പ് കൂടി ഈ മദ്യപാനത്തിൽ നിന്നും മോചനം നേടി വളരെ സന്തോഷമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മുടെ കുടുംബജീവിതത്തിന് ഒരിക്കലും പറ്റാത്തൊരു സാധനമാണ് മദ്യമെന്ന് ഞാൻ ഈ 3 വർഷമായിട്ട് അറിഞ്ഞൊരു വ്യക്തിയാണ്. കാര്യം വളരെ സന്തോഷപൂർവ്വം ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കുടുംബജീവിതത്തിന് ഏതൊരു വിധത്തിലും മദ്യമെന്ന ഈ മഹാപിശാചിനെ ഒരു കാരണവശാലും ആരും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് കൗമാരപ്രായക്കാരെ മുതൽ ബാധിച്ചിരിക്കുന്ന മദ്യാസക്തി, സമൂഹത്തിൽ വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ തുറന്നുകാട്ടുന്ന ക്ലാസുകൾ ഇവരുടെ മനസ്സിനെ യാഥാർത്ഥ്യബോധത്തിൽ കൊണ്ടെത്തിക്കുന്നു. കേരളത്തിലെ കൊച്ചുമക്കൾ കുടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 13ാമത്തെ വയസ്സ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഈ സംസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ അനാഥർ ഈ സംസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ മദ്യം കൊണ്ടാകുന്ന രൂക്ഷമായ റിയാക്ഷൻസ് ഈ സംസ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ വിവാഹമോചനം ഇവിടെയാ. ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾ ഇവിടെയാ. ഞാനിതൊക്കെ പറയുന്നത് ആരെയും പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ അല്ല. 1,05,000 കിലോമീറ്റർ നീളമാണ് ഒരു 18 വയസ്സുകാരൻ മുതൽ അങ്ങോട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകളുടെ ആകെ നീളം. ഇത് മൊത്തം തളർത്തിക്കളയും. ഇത് മൊത്തം തളർത്തും. ആലോചിക്കണം. ഇത് വിഷവാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ആവശ്യമുള്ളതെല്ലാം ശരീരത്തിലാണ്. ഇപ്പം നമ്മുടെ വയറ് ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ വയറ്റിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ഒരു ദിവസം 2 ലിറ്ററോളം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ജന്മനാ തന്നെ മദ്യത്തിന് കിട്ടുന്നത് ഇത് തന്നെയാണ്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ പ്രശ്നമാകും. ആമാശയ ക്യാൻസർ റെഡി. പക്ഷെ എൻ്റെ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിക്കണം, നീ എവിടെ? എൻ്റെ പേര് എൽസ. എൻ്റെ പപ്പയാണ് ഷാജി. അപ്പ ഇവിടെ വന്ന് ക്യാമ്പ് കൂടിയതിന് ശേഷമാണ് ഇത്രയും മാറിയത്. അതിനു മുമ്പ് ഞങ്ങളെ അടിക്കും. അതിനു മുമ്പ് ഞങ്ങളെ കുറേ ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ മമ്മീനെ അടിക്കുന്നത് കണ്ട ഞാൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയത്. അതുകൊണ്ട് തന്നെ ഇത്ര മാർക്ക് കുറഞ്ഞത്. തിബേരിയ സ്നേഹദിനത്തിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 1000 നന്ദി അർപ്പിച്ചുകൊള്ളു. തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകൾ, തങ്ങളുടെ പ്രവൃത്തികൾ മൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുടെ കണ്ണുനീരുകൾ എല്ലാം കാൽവരിയിലെ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്ന ദിവ്യബലിയിൽ അവർ ഭക്തി ആദരവോടെ പങ്കെടുക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. എൻ്റെ പേര് ജോസ്. ഞാൻ വട്ടയാലിൽ നിന്ന് വരുന്നു. എനിക്ക് 36 വയസ്സുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ദൈവം എന്താണെന്ന് ഞാൻ അറിയുന്നത്. അതുവരെ പള്ളിയിൽ പോകുമെങ്കിലും ഞാൻ വെറുതെ പോയി പള്ളിയിൽ നിന്നിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മദ്യപാനമായിരുന്നു. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ 7ാമത്തെ ദിവസമാണല്ലോ, അപ്പോൾ മദ്യപിക്കാമെന്നുള്ള ഒരു ഇതാണ് വരുന്നത്. രാവിലെ തന്നെ പോയി പള്ളിയിൽ പോയി വെറുതെ ഒന്ന് കാണിച്ചിട്ട് ഇറച്ചിയും മേടിച്ച് കൊടുത്തിട്ട് നേരെ കാറ്റാടിച്ചോട്ടിലോട്ട് പോകും. മദ്യപിക്കും, ശരിക്കും മദ്യപിക്കും. വരുമ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ശരിക്കും വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഒത്തിരി വഴക്കിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് എല്ലാം അറിഞ്ഞ് എനിക്കൊരു പുതിയ ജീവിതം തന്ന സ്ഥലമാണ് തിബേരിയാസ്. 2007 ഇവിടെ KCBC മധ്യവര സമിതി ആവശ്യപ്രകാരം ആലപ്പുഴ വിഭാഗമെത്താൻ ആ വർഷം 2007 മദ്യവർജന വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ചികിത്സാ കേന്ദ്രം വിത്തൗട്ട് മെഡിസിൻ
ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് 8 ദിവസത്തെ കോഴ്സിനോടുകൂടി ആരംഭിക്കുന്നുണ്ട്. 2007 മെയ് 21 അഭിമന്യു പിതാവ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് 88 ബാച്ചുകളിലായിട്ട് 2396 പേരെ ഞങ്ങൾ ഇതിനകം പുറത്താക്കിയിട്ടുണ്ട്, ട്രെയിനിങ് കൊടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫോളോ അപ്പ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ സജീവമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും പ്രവർത്തന രീതി. അതായത് മദ്യപാനിൽ കടന്നുപിടിക്കുന്ന ദുഷ്ടാത്മാവിനെ പിടിച്ച് പുറത്ത് കളയുക, അതിനുവേണ്ടി സഹകരിക്കുക എന്നുള്ളതാണ്. ആ സഹകരണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വലിയ കൃപകളാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനെ കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുകയും ഏറെക്കുറെ 132 പേരോളം മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പിന്മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആലപ്പുഴ രൂപതയിൽ എഡ്വേർഡ് അച്ഛൻ്റെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ സമിതി പ്രവർത്തിക്കുന്നതായിട്ടാണ് പ്രാർത്ഥനയിലൂടെ ആൾക്കാരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിൽ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നതായിട്ട് അറിയാൻ സാധിച്ചത്. അങ്ങനെ എഡ്വേർഡ് അച്ഛനായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ട്രാഫിക്കിൻ്റെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ഒരു പ്രാവശ്യം ക്ഷണിച്ചു. അങ്ങനെ ഇവിടെയായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും ധാരാളം ആൾക്കാർ ഇതിൽ നിന്നും മോചിതരായിട്ടുള്ള വിവരം മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ന് 2000-ലധികം ആൾക്കാരെ ഇതിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. മദ്യാസക്തി എന്ന രോഗം ആ വ്യക്തിയിലും കുടുംബാംഗങ്ങളിലും വളരെയധികം വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മദ്യാസക്തി രോഗത്തിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ കുടുംബാംഗങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. ഫാമിലി കൗൺസിലിങ്ങിലൂടെ അവരെ അതിനു പാകപ്പെടുത്തുന്നു. കൂടാതെ മദ്യപാനിയുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് നൽകുവാൻ യോഗയും പരിശീലിപ്പിക്കുന്നു. രാത്രിയിൽ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്നു. തിബേരിയാസ് സ്നേഹതീരത്തു നിന്നും പരിശീലനം നേടി മദ്യാസക്തി എന്ന തീരാശാപത്തിൽ നിന്നും മോചനം നേടിയവരുടെ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ഭക്ഷണം ക്യാമ്പ് അംഗങ്ങൾക്ക് പങ്കുവയ്ക്കലിൻ്റെ രുചി പകരുന്നു. മദ്യപാനം നിർത്തിയവർ വീണ്ടും മദ്യപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പുനഃപതനമുണ്ടാകാതിരിക്കുവാൻ കൃത്യമായ ഇടവേളകൾ വെച്ചുള്ള ഫോളോ അപ്പ് ആവശ്യമാണ്. അവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് സൗഹൃദം പങ്കുവയ്ക്കുന്നതിലൂടെയും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയുമൊക്കെ ഇത് സാധിക്കും. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയിലൂടെ പുതിയൊരു ജീവിതത്തിൻ്റെ പ്രഭാതത്തിലേക്ക് അവർ ഉണരുകയാണ്. പുതിയൊരു അഭിഷേകത്തിൻ്റെ കിരണങ്ങൾ തേടി. കാൽവരി മലയിൽ കാരിരും പാണിയിൽ തൂങ്ങിയ നാഥനിതാ. കാൽവരി മലയിൽ കാരിരും പാണിയിൽ തൂങ്ങിയ നാഥനിതാ. മാനവഹൃത്തിൽ നിത്യം വസിക്കും ജീവന്റെ അപ്പമിതാ. മാനവഹൃത്തിൽ നിത്യം വസിക്കും ജീവന്റെ അപ്പമിതാ. മാനവരേ വരുവിൻ, സ്വർഗവാസികളേ വരുവിൻ. ചേർന്ന് മാനവരേ വരുവിൻ, സ്വർഗവാസികളേ വരുവിൻ. ഭയഭക്തിയോടെ ശിരസ്സു നമിക്കാം, ദൈവത്തെ ആരാധിക്കാം. മാനവരേ വരുവിൻ, സ്വർഗവാസികളേ വരുവിൻ. ഭയഭക്തിയോടെ ശിരസ്സു നമിക്കാം, ദൈവ